അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രമാണ നിഷേധവും മതനിരാസവും എന്ന വിഷയത്തെയാണ് നിങ്ങളുടെ മുമ്പാകെ വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിൻ്റെ ദീനീ പ്രബോധന രംഗത്ത് നാം നിർവഹിക്കുന്ന ഈ നവോത്ഥാന സമ്മേളനം ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളെ വിഷമമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് കായംകുളത്ത് വെച്ച് നടന്ന ഒരാദർശ സമ്മേളനത്തിലൂടെയാണ് ഇസ്ലാഹിൻ്റെ തുടരൊളികൾ കേരളത്തിലേക്ക് പടർന്നു പന്തലിച്ചത്. ഇന്ന് ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഈ നവോത്ഥാന സമ്മേളനത്തിലൂടെ കാലം തേടുന്ന ഇസ്ലാഹിൻ്റെ തനതു മാർഗങ്ങളെ ഏറ്റവും ശക്തവും ഉജ്ജ്വലവുമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രമാണം എന്തിനാണ്, എന്താണതിൻ്റെ ആവശ്യകത എന്നതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. നന്മയും തിന്മയും നമ്മുടെ ലോകത്ത് നാം കാണുന്നുണ്ട്. നന്മ ചെയ്യുന്നവർക്ക് അവരുടെ നന്മ, തിന്മ ചെയ്യുന്നവർക്ക് അവരുടെ തിന്മ, അതോരോരുത്തരെയും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിക്കാൻ സ്വതന്ത്രമായി വിട്ടുകഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നന്മ തിന്മകൾ മനസ്സിലാക്കുന്നതിന് കൃത്യമായ മാനദണ്ഡം ആവശ്യമാണ്. ആ മാനദണ്ഡം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് നമുക്കറിയിച്ചു തരേണ്ടത്. കാരണം ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമായി മാറേണ്ട ദൈവീക സന്ദേശങ്ങൾ, അതിലേത് ശരി ഏതു തെറ്റ്, ഏത് വിശ്വാസം ഏത് അന്ധവിശ്വാസം എന്ന് വേർതിരിക്കുന്നതിനാവശ്യമായ അവലംബമാണ്, മാനദണ്ഡമാണ് പ്രമാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് പ്രമാണത്തിൻ്റെ ആവശ്യകത. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ തിരുചര്യയുമാണ് അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ഇജ്മാ, ഖിയാസ് എന്ന് പറയുന്നത് അടിസ്ഥാന പ്രമാണങ്ങളിൽ ഊന്നിയിട്ടുള്ള ഉപപ്രമാണങ്ങളാണ്. ഒന്നാം പ്രമാണം വിശുദ്ധ ഖുർആനും രണ്ടാം പ്രമാണം പ്രവാചകൻ്റെ തിരുചര്യയും ആണ്. രണ്ടാം പ്രമാണം ലോകത്തുള്ള എല്ലാ ഹദീസുകളും എന്നല്ല മനസ്സിലാക്കേണ്ടത്, മറിച്ച് നബിചര്യയാണ്, സുന്നത്താണ് രണ്ടാം പ്രമാണം എന്ന് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. സുന്നത്ത് നമുക്ക് കിട്ടുന്നത് ഹദീസിലൂടെയാണ്. രണ്ടാം തരം പ്രമാണം എന്ന നിലയ്ക്കല്ല നാം നബിചര്യയെ മനസ്സിലാക്കുന്നത്, മറിച്ച് അത് രണ്ടാമത്തെ പ്രമാണമാണ്. ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം പ്രവാചകൻ്റെ തിരുചര്യ. ഇത് കൃത്യമായി പിൻപറ്റിപ്പോകേണ്ടത് സത്യവിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്, മനുഷ്യൻ്റെ മാർഗദർശനത്തിന് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ പ്രഖ്യാപിക്കുന്ന കാര്യം, ഫലിയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശത്തിന് എതിരായോ വിരുദ്ധമായോ ഏതെങ്കിലും ഒരു മാർഗം ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ അവനെ പരീക്ഷണങ്ങളും വിപത്തുക്കളും ബാധിക്കുകയും
അന്ത്യനാളിൽ കഠിന ശിക്ഷ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ തിരുചര്യ അത് സ്വീകരിക്കുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഖുർആൻ സൂറത്തു ഹശ്റിലെ 7-ാം വചനത്തിൽ പ്രഖ്യാപിക്കുന്നത് വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ പ്രസ്തുത വചനം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്നുണ്ടെങ്കിലും പ്രമാണങ്ങൾ പ്രവാചകൻ്റെ തിരുചര്യയായിട്ടുള്ള 2-ാം പ്രമാണത്തെ നിർബന്ധപൂർവം സ്വീകരിക്കേണ്ടതുണ്ട് എന്നതിന് മുസ്ലിം ലോകം ഈ വചനമാണ് പൊതുവിൽ സ്വീകരിക്കുന്നത് എന്നു കാണാൻ കഴിയും. പ്രവാചകൻ എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം. പ്രവാചകൻ എന്താണോ നിങ്ങളോട് വിരോധിച്ചിട്ടുള്ളത് അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുകയും ചെയ്യേണ്ടതുണ്ട്. അഥവാ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കുക എന്നത്, അനുധാവനം ചെയ്യുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മതവിശ്വാസിയാകുന്നതോടുകൂടി അനിവാര്യമായി തീരുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം അവൻ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയം അത് തെറ്റായ വഴികളിലേക്കായിരിക്കും അവനെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് കൈകാര്യകർത്തൃത്വമുള്ള ആളുകളെയും നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. 3 വിഭാഗം ആളുകളെ അല്ലെങ്കിൽ 3 ഭാഗങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിനോട്, രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മൂന്നാമത് ഉലുൽ അംറിനോട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളിൽ വരുന്നുവെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത്, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും പ്രവാചകൻ്റെ തിരുചര്യയിൽ നിന്നും ആയിരിക്കണം. അവിടെ പണ്ഡിത വചനങ്ങളിലൂടെയാണ് നിങ്ങളുടെ പരിഹാരം കാണേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നില്ല. ആ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഫഇൻ തനാസഅതും ഫീ ഷൈ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമോ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുകയോ ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിൽ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹ് വറസൂൽ, അള്ളാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കുമാണ് നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ മടക്കേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നൽകുന്നത്. ഖുർആൻ പ്രവാചകൻ്റെ തിരുചര്യ, ഇതാണ് അടിസ്ഥാനമായ പ്രമാണം. ആ അടിസ്ഥാനമായ പ്രമാണത്തിൽ നബിചര്യ എന്ന് പറയുന്നത്, പ്രവാചകൻ്റെ തിരുചര്യ എന്ന് പറയുന്നത്, അത് സുന്നത്ത് എന്ന് നാം സാങ്കേതികമായി വിവക്ഷിക്കുന്നത് അള്ളാഹുവിങ്കിൽ നിന്നുകൂടി ലഭിക്കുന്ന വഹയാണ് എന്ന് മനസ്സിലാക്കണം. ഒരു കാരണവശാലും സുന്നത്ത് നഷ്ടപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഹദീസുകളിൽ ദുർബലമായതോ കൂട്ടിച്ചേർത്തതോ സംശയാസ്പദമായതോ ഉണ്ട് എന്ന് വന്നാലും ശരി, ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്ക് ഒരു കാരണവശാലും പ്രവാചകന്റെ തിരുചര്യ നഷ്ടപ്പെടുകയില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിചര്യ നഷ്ടപ്പെടില്ല. നബിചര്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള കലർപ്പുകളും കേടുകളും സംഭവിക്കുകയില്ല. കാരണം അത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ആ വഹയിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ പഠിപ്പിക്കുന്നു, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, നിങ്ങൾക്ക് വേദഗ്രന്ഥത്തെയും യഥാർത്ഥമായ ആ ഗ്രന്ഥത്തെയും വൽ ഹിക്മ, ഹിക്മത്തിനെയും നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. പണ്ഡിതന്മാർ ഈ ഹിക്മ എന്ന് പറയുന്നത് പ്രവാചകന്റെ തിരുചര്യയിലേക്ക് ചേർത്തിട്ടാണ് ഭൂരിപക്ഷവും ഉപയോഗിച്ചിട്ടുള്ളത്. ഖുർആനും പ്രവാചകന്റെ തിരുചര്യയും വഹയിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ പ്രവാചകന്റെ തിരുചര്യയെ നമുക്ക് ലഭ്യമാകുന്നതിൻ്റെ സ്രോതസ്സുകളിൽ ഒന്ന് ഹദീസുകളാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഖുർആനും ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഖുർആനും ഹദീസും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം
ഖുർആനിൽ ഒരു സംശയത്തിനും അവകാശമില്ല. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, ആദ്യാക്ഷരം മുതൽ അന്ത്യാക്ഷരം വരെ പൂർണ്ണമായും അല്ലാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ്. അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിന് സാങ്കേതിക ശാസ്ത്രമോ നിദാനശാസ്ത്രമോ ആവശ്യമില്ല. എന്നാൽ പ്രവാചകന്റെ ഹദീസുകൾ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ക്രോഡീകൃതമായ ഹദീസുകളിൽ പലതും ചേർത്തിട്ടുണ്ട്, പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നബിചര്യ നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ ഹദീസുകളിൽ പലതും ചേർക്കുകയും സ്വഹീഹ്, സ്വഹീഹ്, മൗദൂഅ് എന്നീ വേർതിരിവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതു ശരി ഏതു തെറ്റ് എന്ന് മുസ്ലിം ലോകത്ത് നിദാനശാസ്ത്രപ്രകാരമാണ് ക്രമീകരിക്കപ്പെടുന്നത്. ഒന്ന്, നിദാനശാസ്ത്രം ഖുർആനിനുണ്ട്, നിദാനശാസ്ത്രം വിശുദ്ധ ഖുർആനിന് ആവശ്യമില്ല, എന്നാൽ ഹദീസിന് നിദാനശാസ്ത്രമുണ്ട്. രണ്ട്, സമ്പൂർണമായും ഖുർആനിനെ സ്വീകരിക്കണം. ആദ്യത്തെ വചനമായ ആദ്യാവതരിപ്പിക്കപ്പെട്ട ഇഖ്റ ബിസ്മി മുതൽ അവസാനം അവതരിപ്പിക്കപ്പെട്ട വചനം വരെ, അതല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെട്ടതിനു ശേഷം സൂറ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ കണ്ണും ചിമ്മി അനുസരിക്കേണ്ട, അനുധാവനം ചെയ്യേണ്ടതാണ്, സമ്പൂർണമായും സ്വീകരിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എന്നാൽ ഹദീസായി നമ്മുടെ മുമ്പിലുള്ളത് എന്തൊക്കെയാണോ അത് അറബിയിൽ വിരചിതമായി ഹദീസ് എന്ന പേരിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ സമ്പൂർണമായി സ്വീകരിക്കാൻ കഴിയില്ല. മറിച്ച് സ്വഹീഹായതോ മാത്രമാണ് സ്വീകരിക്കാൻ കഴിയുന്നത്. ലഈഫായതോ മൗദൂആയതോ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയൊരു വേർതിരിവ് നമുക്ക് കാണാനും സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. നാലാമത്തേത്, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ അതെല്ലാം നിർണിതമാണ്. അത് എ മുതൽ സെഡ് വരെ ജിബ്രീലിലൂടെ കൃത്യമായി ഭാഷ എന്ന നിലയ്ക്ക് കൃത്യമായി അവതീർണമായിട്ടുള്ളതാണ്. എന്നാൽ ഹദീസ് ഓരോ പദങ്ങളും ഇപ്രകാരം എഴുതേണ്ടതാണ്, രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞു വന്നിട്ടില്ല. ചില ഭാഗങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം, എന്നാൽ ആശയമാണ് യഥാർത്ഥത്തിൽ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സനദ്, മത്ന് എന്ന് പറയുന്ന അവസ്ഥകൾ വിശുദ്ധ ഖുർആനിന് ശേഷം ഹദീസിനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഞ്ചാമത്തത്, വിശുദ്ധ ഖുർആനിൻ്റെ ക്രോഡീകരണം പ്രവാചകന്റെ മരണത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന വചനം ഇതിന് തെളിവായി മുസ്ലിം ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ആ വചനത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ക്രോഡീകരണം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, അത് പ്രവാചകനിലൂടെ തന്നെ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഹദീസിന്റെ ക്രോഡീകരണം പൂർണ്ണമായും പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ഇല്ല എന്നത് ലോകം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നബിചര്യയെ നാം കാണുന്നത് സ്വഹീഹായ ഹദീസുകളിലാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സ്വഹീഹായ ഹദീസുകൾ വഹയാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. എന്നാൽ അത് ഖുർആൻ പോലെ ക്രോഡീകരിച്ചിട്ടില്ല എന്ന് നാം ഗ്രഹിക്കൂ. സ്വീകരിക്കുന്നതിന് നിബന്ധനകൾ ആവശ്യമാണ്, നിദാനശാസ്ത്രം ആവശ്യമാണ് എന്ന വസ്തുത നാം മറക്കാൻ പാടുള്ളതല്ല. ചുരുക്കം, നബിചര്യ പൂർണ്ണമാണ്, അത് ഹദീസ് വഴിയാണ് ലഭിക്കുന്നത്. ഹദീസുകളിൽ ശരിയും തെറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നിദാനശാസ്ത്രം വഴി വിശകലനം ചെയ്ത് നിരൂപണം ചെയ്ത് കൃത്യതയോടുകൂടി മുസ്ലിം ലോകം അതിനെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ, ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ മടക്കേണ്ട പ്രമാണമെന്നത് ഇലല്ലാഹ് വറസൂലിഹി, അല്ലാഹുവിലേക്കും അവൻ്റെ പ്രവാചകനിലേക്കുമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, ഹദീസുകളിൽ ശരിതെറ്റുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വെറുതെ ഒരു പറച്ചിലല്ല. ഇൻഷാ അല്ലാഹ് ചില ഭാഗങ്ങൾ വിശദീകരിക്കാം. ഹദീസുകളിൽ ശരിതെറ്റുകൾ വന്നു, നബിയുടെ പേരിൽ പലതും ചേർത്ത് പറയാൻ തുടങ്ങി. ഇത്തരമൊരു ഘട്ടത്തിലാണ് ആദ്യകാലത്തിൽ സനദ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ സനദില്ല, ഇന്ന വിഷയം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയായിരുന്നു കാണാൻ കഴിയുന്നത്. പിൻകാലത്താണ് സനദിനെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ കടന്നു വരുന്നത്. ഓരോ ഹദീസുകളും റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി വര്യരെ കുറിച്ചുള്ള, താബിഈകളെ കുറിച്ചുള്ള
വിഷയങ്ങൾ ഓരോന്നോരോന്നായി പിന്നീടാണ് കടന്നു വരുന്നത്. അതിന് മഅരിഫത്തുർ റിജാൽ എന്ന് ഹദീസിന്റെ സാങ്കേതിക ഭാഷയിൽ വിവക്ഷിക്കുന്നുണ്ട്. ഇസ്ലാം പ്രവാചകന് ശേഷം വ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ആശയങ്ങൾ കുറേ തലത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. ഇസ്ലാമിലേക്ക് മുസ്ലിങ്ങളായി കടന്നു വരുന്നവരിൽ വ്യത്യസ്ത മതവിശ്വാസികൾ ഉണ്ടായിരുന്നു. ബഹുദൈവ വിശ്വാസികൾ വന്നു, ജൂതന്മാർ വന്നു, ക്രൈസ്തവർ വന്നു. ആ കാലഘട്ടത്തിൽ വിവിധ ആശയങ്ങൾ സ്വീകരിച്ച ആളുകൾ പ്രവാചകന്റെ സത്യസന്ധതയെ മനസ്സിലാക്കി, വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കി, നബിചര്യയെ മനസ്സിലാക്കി മുസ്ലിങ്ങളായി കടന്നു വരാൻ തുടങ്ങി. ഇസ്ലാമിന്റെ വൃത്തം വിശാലമായി, അംഗബലം ശക്തിപ്പെടുകയും ചെയ്തു. പക്ഷേ അതിനകത്തു തന്നെ അഭിപ്രായങ്ങൾ പലതും കടന്നു വരുന്നു. ഷയാക്കൾ കടന്നു വരുന്നു, ഖവാരിജികൾ കടന്നു വരുന്നു, കക്ഷിത്വമുണ്ടാകുന്നു, ന്യായീകരണങ്ങൾ കടന്നു വരുന്നു, കക്ഷി മത്സര്യമുണ്ടാകുന്നു. വ്യക്തികളെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി, സഹാബികളെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഹദീസുകളിൽ വിവിധ തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ കടന്നു വരുന്നു എന്നത് ചരിത്രത്തിലൂടെ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. സനദ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രവാചകന്റെ കാലഘട്ടത്തിലായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മഹാനായ രണ്ടാം ഉമർ എന്ന മഹാനായ ഉമർ റളിയല്ലാഹുവിന് ശേഷം അമവി ഖിലാഫം ഏറ്റെടുത്തിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായിട്ടുള്ള ഖലീഫയുടെ പണ്ഡിതന്റെ കാലത്താണ് യഥാർത്ഥത്തിൽ സനദുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നത്, അതിൻ്റെ ക്രോഡീകരണം വരുന്നത്, അതിൻ്റെ ചരിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കടന്നു വരുന്നത്. ഹിജ്റ 125 മരണപ്പെട്ടു പോയിട്ടുള്ള ഇബ്നു ശിഹാബ് സുഹ്രി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ഈ സമയത്ത് നാം സ്മരിക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറയുന്നു, യഖ്റുജുൽ ഹദീസ് മിൻ ഇൻദിനാ ശിബ്റൻ, ഒരു ചാണായി നമ്മുടെ ഹദീസ് നമ്മളിലേക്ക് ഹദീസുകൾ കടന്നു വരുന്നു. ആ ഹദീസ് പിന്നീട് ഇങ്ങനെ പോയി വീണ്ടും അത് തിരിച്ചു വരുന്ന സമയത്ത് ഹദീസ് കയ്യിൽ കിട്ടുമ്പോൾ ശിബ്റായ ഒരു ചാണെന്ന് പറയുന്നത് ചിലപ്പോൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും കറങ്ങി തിരിഞ്ഞു പോയി തിരിച്ചു വരുമ്പോ മിനൽ ഇറാഖ്, വിശിഷ്യ ഇറാഖിൽ പോയി തിരിച്ചു വരുമ്പോ ചാണെന്ന് പറയുന്നത്, ശിബ്രൻ എന്ന് പറയുന്നത് ദിറാൻ, ഒരു മുഴമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നത് ഒന്നുകിൽ ആലങ്കാരികമായോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലോ ഇബ്നു ശിഹാബ് സുഹ്രി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇவ்விதമാണ്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്ന പേരിൽ ശ്രദ്ധേയനായിട്ടുള്ള ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ബിൻ മഖ്ലദ് അൽ ഹംദലി മർവസി അദ്ദേഹമാണ് ഇതം പ്രഥമമായി സനദുകളെ സംബന്ധിച്ചുള്ള ക്രോഡീകരണം നിർവഹിക്കുന്നത്. ഹിജ്റ 237 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് ഈ വിഷയ സംബന്ധമായി ധാരാളം ഗ്രന്ഥങ്ങൾ രേഖപ്പെടുകയുണ്ടായി. ഹദീസുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിൽ സനദുകളെ സംബന്ധിച്ചുള്ള വലിയ വലിയ പഠനങ്ങൾ ലോക മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുകയുണ്ടായി. അസ്സുനദു സുന്ന എന്ന പേരിൽ അസദ് ബിൻ മുസാ ഉമവിയുടെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ ഉബൈദ് ബിൻ മൂസ അബസി അൽ കൂഫിയുടെ നേതൃത്വത്തിൽ, നുഐം ബിൻ ഹമ്മാദ് ഖുസായിയുടെ നേതൃത്വത്തിൽ, അഹമ്മദ് ബിൻ ഹംബലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ വിഷയ സംബന്ധമായ ധാരാളക്കണക്കിന് പഠനങ്ങൾ നിർവഹിക്കപ്പെട്ട ആദ്യകാല ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഹദീസുകളിൽ ശരിതെറ്റുകൾ കടന്നു വരുന്നൊരു ഘട്ടത്തിൽ നിദാന ശാസ്ത്രപ്രകാരം അതിനെ വേർതിരിച്ചെടുക്കേണ്ട അവസ്ഥ തീർച്ചയായും ഉണ്ടായിത്തീർന്നു. ചിലത് സ്വീകരിക്കണം, ചിലത് തള്ളിക്കളയണം എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്ത് ഹദീസുകളെ സംബന്ധിച്ച് ഏകാഭിപ്രായമുണ്ടായി എന്നത് വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും തുടർന്നുള്ള സിഹാഉസിത്തയിലെ ഗ്രന്ഥങ്ങളുമെല്ലാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മഹത്വത്തോടുകൂടിയാണ് മുസ്ലിം ലോകം കാണുന്നത്. നാമും അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. ഇമാം ബുഖാരി ചെയ്തിട്ടുള്ള സേവനങ്ങളെ ഒട്ടും ചെറുതാക്കി കാണിക്കാൻ നമുക്ക് കഴിയില്ല. ഹദീസുകൾ ക്രോഡീകരിക്കുക മാത്രമല്ല, ഹദീസുകൾ ശേഖരിക്കുക മാത്രമല്ല, ദീർഘമായ യാത്രകളിലൂടെ ഏറ്റവും മഹത്തരമായ രീതിയിൽ, ഏറ്റവും സത്യസന്ധമായ രീതിയിൽ ഇമാം ബുഖാരിയും ശേഷം മുസ്ലിമും ഒക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്, ഹദീസുകൾക്ക് ക്രോഡീകരിച്ചിട്ടുണ്ട്, അത് ഗ്രന്ഥത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഹദീസ് ഗ്രന്ഥങ്ങൾ വരുന്നതിന് മുമ്പ് ഇസ്ലാമിക ലോകത്ത് എത്രയോ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ട് എന്ന കാര്യം നാം മറന്നു പോകരുത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ലഭ്യമാകുന്ന ഹദീസുകളെയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള
ഹദീസു ഗ്രന്ഥങ്ങൾ കൃത്യമായി ഇന്നും നമുക്ക് ലൈബ്രറികളിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇമാം ഹനീഫ റഹ്മഹുള്ളയുടെ മുസ്നദ്, ഇമാം മാലിക്കിന്റെ മുവത്ത, മുഅമ്മർ ഇബ്നു റാഷിദിന്റെ ജാമിഅ, ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള ഹുമൈദിയുടെ മുസ്നദ്, അബ്ദുർ റസാഖിന്റെ മുസന്നഫ്, ഇബ്നു മുബാറക്കിന്റെ അസ്സുഹുദ് വറഖായിഖ്, ഇബ്നു വഹബിന്റെ അൽ ജാമിഅ ഫിൽ ഹദീസ്, അബൂ ദാവൂദ് തയാലൂസിയുടെ മുസ്നദ്, അബ്ദുർ റസാഖ് സൻആനിയുടെ അൽ ആമാലി ഫി ആഥാരി സ്വഹാബ എന്ന ഗ്രന്ഥം, അതേപോലെ തന്നെ ഇബ്നു അബീ ശൈബയുടെ മുസ്നദ്, ഇമാം ഷാഫിഈയുടെ മുസ്നദ്, അഹ്മദ് ഇബ്നു ഹംബലിന്റെ മുസ്നദ്, അബൂ യൂസുഫ് അൻസാരിയുടെ കിതാബുൽ ആഥാർ, മുഹമ്മദ് ഇബ്നു ഹസൻ ശൈബാനിയുടെ കിതാബുൽ ആഥാർ, ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഹുമൈദിയുടെ ഉസ്താദായ സഈദ് ഇബ്നു മൻസൂറിന്റെ കിതാബു സുനൻ എന്ന് തുടങ്ങിയിട്ടുള്ള എത്രയോ ഗ്രന്ഥങ്ങൾ, ഹദീസു ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹ് ക്രോഡീകരിക്കുന്നതിന് മുമ്പ്, രേഖപ്പെടുത്തുന്നതിന് മുമ്പ് മുസ്ലിം ലോകത്ത് കാണാൻ സാധ്യമാണെന്നു മാത്രമല്ല, ഈ ഗ്രന്ഥങ്ങളൊക്കെയും ഇന്ന് മുസ്ലിം ലോകത്ത് സമ്പൂർണമായും പണം കൊടുത്തു വാങ്ങാവുന്ന ലൈബ്രറികളിൽ കാണാൻ കഴിയാവുന്ന തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി നാം മറന്നു പോകരുത്. ഏതാണ്ട് 80,000-ഓളം വരുന്ന ഹദീസുകൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവയിൽ മിക്കതും അതിൻ്റെ ബലാബല പരിശോധനകൾ 100% പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്നത് മുസ്ലിം ലോകം ഇജ്മാ ആയി പറയുന്ന കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ വിധാനശാസ്ത്രം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയുണ്ടായി. അതിനനുസരിച്ചു കൊണ്ടാണ് ഇമാം സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായി നിൽക്കുന്നു. എന്താണത്? വിശുദ്ധ ഖുർആൻ ഹദീസിനോ, ഖുർആൻ ഹദീസിനോ, ഹദീസ് ഖുർആനിനോ എതിരായി മാറുമോ എന്നതാണ്. ഒന്നാം പ്രമാണമായ ഖുർആൻ ഹദീസിനെതിരാകുമോ? രണ്ടാം പ്രമാണമായിട്ടുള്ള ഹദീസ് ഒന്നാം പ്രമാണമായ ഖുർആനിന് എതിരായി വരുമോ എന്നത്. ഒരിക്കലും ഹദീസ് ഖുർആനിനെതിരാകാൻ പാടില്ല എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിവരയിട്ടു ഗ്രഹിക്കേണ്ടത് പ്രമാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒന്നാം പ്രമാണമായ ഖുർആനിനെതിരായി ഹദീസുകൾ വരാൻ പാടില്ല, ഹദീസിനെതിരായി ഖുർആൻ വരാൻ പാടില്ല എന്നതല്ല. കാരണം എന്ത്? നേരത്തെ ഞാൻ 5-6 കാരണങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഖുർആനിന്റെ സവിശേഷത എന്ന നിലയ്ക്ക് ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹുവിനാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിനെതിരായി ഹദീസ് വരാൻ പാടില്ല. എന്നാൽ പിൻകാലഘട്ടങ്ങളിൽ ക്രോഡീകരിച്ച് വന്നിട്ടുള്ള ഹദീസ് അത് പ്രവാചകന്റെ മരണത്തിന് മുമ്പ് തന്നെ ക്രോഡീകരിക്കപ്പെട്ട ഒന്നാം പ്രമാണമായ ഖുർആനിനെതിരാകരുത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യഅതീഹിൽ ബാത്തിൽ മിൻ ബൈനി യദൈ വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ഒരു കാരണവശാലും ബാത്തിലായിട്ടുള്ളത് അതിൻ്റെ മുൻഭാഗത്തു നിന്ന്, അതിൻ്റെ പിറകുഭാഗത്തു നിന്ന്, അതിൻ്റെ പാർശ്വഭാഗങ്ങളിൽ നിന്ന് ഒരിക്കലും വിശുദ്ധ ഖുർആനിലേക്ക് കലർന്നിട്ടില്ല. അത് യുക്തിഭദ്രമായ സ്തുത്യർഹനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായിട്ടുള്ള കാര്യമാണ് എന്നത്. അഥവാ ഹദീസുകൾ വിശുദ്ധ ഖുർആനിനെതിരായിട്ട് ചില ഭാഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നത് അതൊരിക്കലും തന്നെ കയന്നം മർക്കസു ദഅവയുടെ വാദമല്ല. നേരെ മറിച്ച് കേരളക്കരയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള നൂറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയ സംബന്ധമായി ധാരാളക്കണക്കിന് ഭാഗങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കിടന്നിട്ടുണ്ട്. അതുതന്നെയാണ് കയന്നം മർക്കസു ദഅവയും തീർച്ചയായും മുസ്ലിം ലോകത്തോട്, കേരള മുസ്ലിങ്ങളോട് പറയുന്നത്. ഖുർആനിനെതിരായി ഹദീസ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട് എന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ ആ ഹദീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരൂപണങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും ഒന്നാണ് എന്ന് പറയരുത് നമ്മൾ, അത് പ്രമാണങ്ങൾ നിഷേധിക്കലാണ്. ഖുർആനും ഹദീസും ഒന്നാണ് എന്ന് പറയരുത്, അത് പ്രമാണത്തെ നിഷേധിക്കലാണ്. ഒന്നാം പ്രമാണമാണ് ഖുർആൻ, രണ്ടാം പ്രമാണമാണ് ഹദീസ്. ഒന്നാം പ്രമാണം ഖുർആൻ, രണ്ടാം പ്രമാണം എന്ന് പറയുമ്പോൾ രണ്ടാം തരം പ്രമാണം, അത് രണ്ടാമത്തെ പ്രമാണമല്ലേ എന്ന് പറഞ്ഞ് അവഗണനയോ അവജ്ഞയോ
കൽപ്പിക്കണമെന്നർത്ഥത്തിലല്ല, മറിച്ച് പ്രാമാണികമായി അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ തിരുചര്യയും പ്രവാചകന്റെ മതപരമായ ജീവിതവും സമ്പൂർണമായി വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്വഹീഹായി ലഭ്യമായിട്ടുള്ള നിദാന ശാസ്ത്രപ്രകാരം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം ലോകത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇജ്മാഅോടുകൂടി വരുന്ന ഒരു പണ്ഡിതനും ഒരു കാലത്തും നിരൂപണം പറയാത്ത, വിശകലനം ചെയ്യാത്ത ഹദീസുകൾ പ്രാമാണികമായി അത് ഒന്നാണ്. ഖുർആനും ഹദീസും പ്രമാണപരമായി ഒന്നല്ല, പ്രാമാണികമായിട്ടാണ് ഒന്ന് എന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, വിശുദ്ധ ഖുർആനിൽ വിശകലനങ്ങളില്ല, നിരൂപണങ്ങളില്ല. എന്നാൽ ഹദീസുകളിൽ വിശകലനങ്ങളുണ്ട്, നിരൂപണങ്ങളുണ്ട്. മുഹമ്മദ് ഇബ്നു യഹ്യ അദ്ദഹ്ലി അദ്ദേഹം ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ എന്നീ ഭുവന പ്രസിദ്ധരായിട്ടുള്ള ഹദീസ് പണ്ഡിതന്മാരുടെ മുഹദ്ദിസീങ്ങളുടെയൊക്കെ ഉസ്താദായി അറിയപ്പെടുന്ന മുഹമ്മദ് ഇബ്നു യഹ്യ അദ്ദഹ്ലിയുടെ കൃത്യമായ നിരൂപണങ്ങൾ ഹദീസ് വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ചരിത്രകാരനായ ഇബ്നു ഖല്ലിഖാൻ അദ്ദേഹത്തിന്റെ വഫയാത്തുൽ അയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന ഹദീസുകളുടെ ഹുഫാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂ സറഅ അർ-റാസി ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. നമുക്കൊക്കെയും പരിചയമുള്ള ഇമാം നവവി, രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം നവവി റഹ്മഹുല്ലാഹ് ഹദീസുകളെ നിരൂപണ വിധേയമാക്കിയിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പണ്ഡിത പ്രമുഖരായിട്ടുള്ള ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹം ഹദീസുകളെ സംബന്ധിച്ച് വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട്, നിരൂപണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പണ്ഡിതരൊന്നും തന്നെ ഹദീസ് നിഷേധികളല്ല, പ്രമാണ നിഷേധികളല്ല, പ്രമാണം ഒഴിവാക്കിയവരല്ല. ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ലഭ്യമായതിന്റെ ബലാബല പരിശോധന പ്രകാരം ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി, ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറ്റവും കൂടുതൽ ഭക്തി ആദരപൂർവം ആദരിച്ച് ബഹുമാനിച്ച് അസ്വഹായി പരിഗണിക്കുന്ന ബുഖാരിയുടെ 100ഓളം വരുന്ന ഹദീസുകളെ സംബന്ധിച്ച് വിശകലനങ്ങളും നിരൂപണങ്ങളും നിർവഹിച്ചിട്ടുണ്ട് എന്നത് ചെറിയ ഒരു കാര്യമല്ല. അവരൊക്കെയും ഹദീസിനെ നിരൂപണം നടത്തിയത് അത് തള്ളിക്കളയാനല്ല, നിഷേധിക്കാനല്ല, പ്രമാണ നിരാശത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സത്യങ്ങൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടി, ബലാബല പരിശോധനയ്ക്ക് വേണ്ടി സ്വഹീഹും ദഈഫും വേർതിരിച്ച് ബോധ്യപ്പെട്ട് മുസ്ലിം ലോകത്ത് ഹദീസിന്റെ സംരക്ഷണം നിർവഹിക്കണം എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഇത് നുസ്ഹത്തുൽ ഫിക്റിന്റെ ശറഹായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ വിഖ്യാത ഗ്രന്ഥമാണ് നുസ്ഹത്തുൻ നദർ എന്ന് പറയുന്നത്. ആ നുസ്ഹത്തുൻ നദറിൽ ഈ വിഷയം ദീർഘമായി ചർച്ച ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ തദ്രീബുർ റാവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാള്യത്തിലെ 441-ാമത്തെ പേജിൽ ഇമാം നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ് ഈ വിഷയ സംബന്ധമായ നിരൂപണം നടത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 6478-ാമത്തെ ഹദീസ് ആധുനിക ഹദീസ് പണ്ഡിതനായിട്ടുള്ള അൽബാനി അതിൽ ദുർബലതയുണ്ട് എന്ന നിരൂപണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കേവർക്കും പരിചയമുള്ള ഒട്ടേറെ പണ്ഡിതന്മാർ ഈ വിഷയ സംബന്ധമായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹം ഹിജ്റ 368 മുതൽ 463 വരെ ജനിച്ചിട്ടുള്ള ഏറ്റവും പ്രഖ്യാതനായിട്ടുള്ള പണ്ഡിതനാണ്. അദ്ദേഹം ഇമാം ബുഖാരിയിലെ 3849-ാമത്തെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ചില വ്യാഖ്യാനങ്ങൾ, ചില നിരൂപണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സനദോടുകൂടി വന്നിട്ടുള്ളതുണ്ട്, സനദല്ലാതെ വന്നിട്ടുള്ള ചില ഭാഗങ്ങളും ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏറ്റവും അസഹായി പരിഗണിക്കുന്ന, ഏറ്റവും സ്തുത്യർഹമായി പരിഗണിക്കുന്ന
സിഹാഉ സിത്തയിലെ ഒന്നാമതായി പരിഗണിക്കുന്ന ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ ദുർബലമായ ഹദീസുകൾ കുറെയുണ്ട്, അതൊന്നും സ്വീകരിക്കേണ്ടതില്ല, അതൊന്നും ശരിയല്ല എന്ന് പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ ഗ്രന്ഥത്തിലെ ചില ഹദീസുകൾ ആദ്യകാലം മുതൽ ആധുനിക കാലം വരെയുള്ള പണ്ഡിതന്മാർ ചില ഹദീസുകൾ, 1, 2, 3, 4 ഹദീസുകൾ, മറ്റു ചില ഹദീസുകൾ അതിനെ സംബന്ധിച്ച് വിശകലനം നിർവഹിച്ചിട്ടുണ്ട് എന്നു മാത്രം. ആ നിരൂപണങ്ങളെ, ആ വിശകലനങ്ങളെ പ്രമാണ നിഷേധമായി പരിഗണിക്കുന്നുവെങ്കിൽ നമ്മൾ ഇമാം നവവിയെ, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനിയെ, ഇമാം ഷാഫിയെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ എല്ലാം നിഷേധത്തിന്റെ പട്ടികയിലേക്ക് ചേർത്തു കെട്ടേണ്ടി വരും. ഹദീസ് നിഷേധത്തിന്റെ ടാഗ് അവരുടെ കഴുത്തിൽ നമ്മൾ ചാർത്തേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചിട്ടുണ്ട്. ആ സിഹ്ർ ബാധയുടെ ഫലമായി പ്രവാചകന് ചില തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി. അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്നുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതരിൽ ചിലരെങ്കിലും പറയുന്നുണ്ട്. യൂട്യൂബിൽ അത് ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മകനിലേക്കോ മകളിലേക്കോ ചേർത്തു പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ശാരീരികമായ ചില ദുർബലതകൾ പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നുവരെ പറയുന്ന തരത്തിൽ പ്രവാചകനെ ഇകഴ്ത്തുന്ന, പ്രവാചക നിന്ദയുടെ പരാമർശങ്ങൾ പ്രവാചകന് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി സമർത്ഥിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പ്രവാചകനെ സിഹ്ർ ബാധിച്ചവനായി പരിചയപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിനെതിരായി പ്രവാചകന് സിഹ്ർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പരാമർശത്തെ ഒരു കാരണവശാലും സത്യസന്ധമായ സ്വഹീഹായ റിപ്പോർട്ടായി പരിഗണിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞത് KNM മർക്കസു ദഅവയല്ല, മറിച്ച് വിശ്വോത്തര പണ്ഡിതന്മാരായ ആളുകൾ ഈ വിഷയ സംബന്ധമായി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി തദ്ലീസുള്ള ചില സന്ദർഭങ്ങളിലൊക്കെയും ചേർത്തു പറയുന്ന, കള്ളത്തരം ചേർത്തു പറയുന്ന ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ് എന്ന് പോലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലങ്ങളിലല്ല, പിൻകാലങ്ങളിലാണ് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ദാറഖുത്നി, ഇമാം ഷാഫി, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഇമാം നവവി, ഇമാം റാസി, അശ്ശൈഖുൽ ഹുസൈമി പോലെയുള്ള പ്രധാനപ്പെട്ട പണ്ഡിതർ ഈ വിഷയ സംബന്ധമായിട്ടൊക്കെയും വിശകലന നിരൂപണങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നത് മുസ്ലിം ലോകത്ത് വായിക്കാൻ കഴിയുന്നതാണ്. ചുരുക്കം ദുർബല ഹദീസുകൾ വന്നിട്ടുണ്ട്, അതിന് നിരൂപണങ്ങളും നടന്നിട്ടുണ്ട്. ആ നിരൂപണങ്ങൾ വിശകലനങ്ങളെല്ലാം തന്നെ ഹദീസിന്റെ പ്രമാണത്തിന്റെ നിഷേധമായി നാം മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഇത്തരത്തിൽ അപകടകരമായ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളത് ആരാണ് എന്ന കാര്യം മിഫ്താഹുൽ ജന്ന എന്ന് പറയുന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്ലു ഹാദർ റയിൽ ഫാസിദ് അന്ന സനാദിഖ വതായിഫത്തും മിൻ ഗുലാത്തിർ റാഫിദ, സിദ്ദീഖീങ്ങളായിട്ടുള്ള അഥവാ ദൈവനിഷേധികളായിട്ടുള്ള ആളുകൾ, റാഫിദിയാക്കളിൽ വലിയ ആളുകൾ, അതേപോലെ തന്നെ മുഅ്തസിലിയാക്കളിൽപ്പെട്ട ആളുകളാണ്. എന്താണ് അവർ ചെയ്തത്? ഇലാ ഇൻകാരി ഇഹ്തിജാജി ബിസ്സുന്ന, പ്രവാചകന്റെ തിരുചര്യയെ തെളിവായി സ്വീകരിക്കുന്ന പ്രമാണമായി അംഗീകരിക്കാതിരിക്കുകയും ഖുർആൻ മാത്രം മതി എന്ന് പറയുകയും ചെയ്തു എന്നതാണ്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ അത് പ്രമാണത്തെ നിഷേധിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഹദീസുകളെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുമൊക്കെ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറയും. ആ അഭിപ്രായങ്ങൾ പ്രമാണമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഖുർആനിനോടും പ്രവാചകന്റെ തിരുചര്യയോടും കൃത്യമായി യോജിക്കാവുന്ന, മൗലികതയോട് യോജിക്കാവുന്ന അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് സ്വീകരിക്കാം. ഭൂമി എന്ന് പറയുന്നത് കാളയുടെ കൊമ്പിന് പുറത്താണ്. ഒരു കൊമ്പിൽ നിന്ന് ഭൂമി മറ്റൊരു കൊമ്പിലേക്ക് പകരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഭൂമി കുലുക്കമുണ്ടാകുന്നത് എന്ന് പറഞ്ഞ പണ്ഡിത വചനത്തെ എങ്ങനെയാണ് സ്വീകരിക്കാൻ കഴിയുക? ഒരു സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത് 4 വർഷമാണ്.
മോശമാണ് എന്ന് സമകാലത്ത് അഭിപ്രായപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളെ ഏതർത്ഥപ്രകാരമാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? എന്നാൽ ഈ പണ്ഡിതാഭിപ്രായങ്ങളെ പ്രമാണമായി കൊണ്ടുവരുമ്പോൾ കാലകളും കീലകളും പ്രമാണമായി വരും, അന്ധവിശ്വാസങ്ങൾ വരും, അബദ്ധങ്ങൾ വരും, അത്യാചാരങ്ങൾ വരും, നവോത്ഥാനം തകർന്നു തരിപ്പണമായി പോകും. മനുഷ്യനെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പണ്ഡിതാഭിപ്രായങ്ങളെ അപ്രമാദിത്വം കൊടുത്ത് തഖ്ലീദിന്റെ ധാരയിൽ കൊണ്ടുവന്നതാണ്. പഴയകാല പ്രതാപങ്ങളിൽ നിന്ന് പിന്നീട് അന്ധവിശ്വാസങ്ങളിലേക്ക് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകൾ തിരിച്ചൊഴുക്കുന്നതിൻ്റെ കാരണം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാരെ അവഗണിക്കണമെന്നോ പരിഹസിക്കണമോ എന്നോ അല്ല. അവർ ഖുർആനിനോടും നബിചര്യയോടുമുള്ള ത്യാഗവും താല്പര്യവും പ്രകടിപ്പിച്ചവരാണ്. പക്ഷേ ഖുർആനും നബിചര്യയും യഥാർത്ഥത്തിൽ അതായിരിക്കണം പ്രമാണം. അതിലൂടെയാണ് ആദർശം രൂപപ്പെടേണ്ടത്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ കൃത്യമായി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ദുർബലമായ ഹദീസുകളിലൂടെ ആദർശത്തെ അവതരിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലോ മുസ്ലിം സമൂഹത്തിലോ ഉള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന വചനത്തിലൂടെ ദുർബലമായ ഹദീസുകളിലൂടെ ഇടതേട്ടത്തിലേക്ക്, ജിന്നുകളിലേക്കും മലക്കുകളിലേക്കും ഒക്കെ സഹായ അഭ്യർത്ഥന നടത്താം എന്ന് പറയുന്നത് ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അലിമദനി വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകന്റെ സിഹ്റുബാധ, പിശാച് ബാധിക്കുന്നു, പിശാച് രോഗമുണ്ടാക്കുന്നു, ജിന്ന് ശരീരത്തിൽ കയറുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതേപോലെ തന്നെ കണ്ണേറുണ്ടാകുന്നു. കണ്ണേർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ണുകൊണ്ട് നോക്കിയാൽ അവന്റെ ഗുണമൊക്കെ നശിക്കുകയോ അവന് ദോഷം വരികയോ ചെയ്യുന്ന അൽ ഐന് എന്ന് പറയുന്ന അസൂയാലുവിന്റെ കണ്ണല്ല, ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്ന അൽ ഐന്. സംസം വെള്ളം ഒരാൾ കുടിച്ചാൽ അവന്റെ മനസ്സിൽ എന്താഗ്രഹമുണ്ടോ അതൊക്കെയും സഫലീകരിക്കപ്പെടുമെന്ന് പറയുന്ന, ശിർക്കിന് ഫലമുണ്ടെന്ന് പറയുന്ന, അതേപോലെ തന്നെ കാരക്ക കഴിച്ചാൽ അതിലൊരിക്കലും വിഷം തട്ടുകയില്ല എന്നതൊക്കെ ലഈഫായതോ നിരൂപണ വിധേയമായതോ ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പേരിൽ പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതാദർശമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞത് ഹദീസിന്റെ ദുർബലതയിൽ നിന്ന് ആ ദുർബലമായ ഹദീസുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രമാണത്തെ നിഷേധിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് പ്രമാണങ്ങളുടെ അക്ഷരവായന എന്ന് പറയുന്നത്. പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ടെക്സ്റ്റുകളാണ്. ഹദീസുകൾ വിശിഷ്യ ടെക്സ്റ്റുകളാണ്. ഓരോ ടെക്സ്റ്റ് വരുന്നതിന്, ഓരോ വിഷയം വരുന്നതിന് ഒരു സന്ദർഭമുണ്ടാകും, ഒരു കാര്യമുണ്ടാകും. ആ സന്ദർഭത്തെയും കാര്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വസ്തുതാപരമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പല്ലി എന്നൊരു അറബി പ്രയോഗം ഹദീസുകളിൽ കാണുന്ന സമയത്ത് ലോകത്തെവിടെയും കാണുന്ന, വീടുകളിലും നാടുകളിലും അങ്ങാടികളിലും കാണുന്ന പല്ലി എന്ന് പറയുന്ന ജീവിയുടെ പിന്നാലെ പോയിട്ട് ഹദീസിന്റെ സാഫല്യം നിർവഹിക്കാൻ പോകുന്നത് അക്ഷരവായനയുടെ ഫലമായിട്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. എന്താണ് അതിൻ്റെ താല്പര്യം, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നത് ഗ്രഹിക്കണം. എങ്കിലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അഥവാ മതാശയങ്ങളെ ചുരുക്കിക്കളയുന്ന അക്ഷരവായന അത് പ്രോത്സാഹിപ്പിക്കരുത്. അത് മതപ്രമാണത്തിന്റെ നിഷേധമാണ്. അതേപോലെ തന്നെ അതിർത്തിയില്ലാത്ത ആശയവായനയും മതപ്രമാണത്തെ എതിർക്കലാണ്. അതിർത്തികളിൽ വരാതെ മനുഷ്യന്റെ ചിന്തയിലും ആലോചനകളിലും തോന്നുന്നതൊക്കെയും ഖുർആനിലേക്കും പ്രവാചകന്റെ തിരുചര്യയിലേക്കും ചേർത്തവതരിപ്പിക്കുന്ന രീതിയും യഥാർത്ഥത്തിൽ പ്രമാണ നിഷേധമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അക്ഷരവായനയും അതേപോലെ തന്നെ ദുർബല ഹദീസുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ആദർശം സ്ഥാപിക്കുന്നതുമെല്ലാം അപകടകരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്തഫ മൗലവി എന്ന പേരിലുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ പ്രമാണ നിഷേധമാണ്, ഇസ്ലാമിന് നിരക്കാത്തതാണ്, മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിലേക്കല്ല നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മതനിരാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കാരണം ഖുർആൻ മാത്രമെന്ന് പറയുന്ന, മറ്റൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയാവുന്ന അപകടകരമായ വാദങ്ങളാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. പ്രവാചകൻ കല്യാണം കഴിച്ചിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മഹാരഥന്മാരായ നമ്മുടെ ഉമ്മമാർ അതിൽ ചില ആളുകളോട് സ്നേഹപ്രകടനങ്ങൾ നടത്തി പ്രവാചകൻ, ചില ലവ് നടത്തി പ്രവാചകൻ എന്നൊക്കെ പറയാവുന്ന മഅദല്ലാഹ്
അപകടകരമായ വ്യാഖ്യാനങ്ങളിലേക്ക് മുസ്തഫ മൗലവിയുടെ ഖുർആൻ അകമ്പൊരുളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈണത്തിലും രാഗത്തിലുമൊക്കെ പാടിപ്പറയുമ്പോൾ, വേഷഭൂഷാദികളിലൂടെ അതിൻ്റെ പലതും കേൾക്കുമ്പോൾ ഓ എന്തൊരു മഹിമ, എന്തൊരു മഹത്വം എന്ന് തോന്നിയേക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് ഖുർആൻ മാത്രമെന്ന് പറയാൻ കഴിയില്ല. പ്രവാചകന്റെ തിരുചര്യയും അനിവാര്യമാണ്. പ്രവാചകന്റെ തിരുചര്യയ്ക്ക് ഘടകവിരുദ്ധമായും അതിനെതിരായും സംസാരിക്കുന്ന മുസ്തഫ മൗലവിയുടെ വാദം പ്രമാണ നിഷേധമാണ്. അത് മതനിരാസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ സർവ്വമത സത്യവാദവും അവതരിപ്പിക്കുന്നു. ഏത് മതം സ്വീകരിച്ചാലും ശരി, അവന് ആ മതത്തിലൂടെയൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. മുസ്ലിങ്ങളെക്കാൾ നന്മ ചെയ്യുന്ന കുറെ ആളുകളുടെ പേരുകൾ പറഞ്ഞ് അവരൊക്കെ സ്വർഗത്തിലാകില്ലേ, അവർ നരകത്തിലാണോ എന്ന് ചോദിക്കുകയും സർവമത സത്യവാദത്തിന് യുക്തിപരമായ തെളിവന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് പ്രമാണ നിഷേധമാണ്. വിശുദ്ധ ഖുർആനിലെ വചനം ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന, ക്രൈസ്തവരായ ആളുകൾ, സ്വാഭിമതക്കാരായ ആളുകൾ, ഇങ്ങനെ വിവിധ മതവിശ്വാസികളെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരൊക്കെയും നല്ലവരാണെന്ന് പറയുന്നില്ലേ? ഇല്ല, അവരിൽ നന്മയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞത് മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, അവരല്ലാഹുവിൽ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം. വഅമില സ്വാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. പ്രവാചകന് ശേഷം പിന്നീട് സൽക്കർമ്മങ്ങൾ പ്രവാചകന്റെ സുന്നത്തിനെ, നബിചര്യയെ പിൻപറ്റുന്നതിലൂടെ മാത്രമാണ് ലഭിക്കുന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ശരിപ്പെടാത്ത, റിസാലത്തിൽ ആഖിറത്തും റിസാലത്തും ശരിയാവാത്ത മതത്തിൻ്റെയോ മതാശയങ്ങളെയോ സ്വീകരിക്കാൻ പറ്റില്ല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ കട്ടായമാണ്. അതുകൊണ്ട് തന്നെ സർവ്വമത സത്യവാദവും പ്രമാണ നിഷേധമാണ്, മതനിരാസത്തിലേക്കാണ് പോകുന്നത്. മറ്റു ചില ആളുകൾ കൊണ്ടുപിടിക്കുന്നത് ദീനിനെ ലിബറലാക്കുകയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ലിബറൽ ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ലിബറലൈസേഷനെയുമാണ്. തനിക്ക് തോന്നുന്ന തരത്തിലൊക്കെയും ദീനിനെ വ്യാഖ്യാനിക്കുന്നു. ചൂടുകാലത്ത് എന്തിന് തട്ടമിടണം, അതൊന്നും ഇസ്ലാമിൽ അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. പെണ്ണുങ്ങൾക്ക് എന്തിനാണ് പകുതി കൊടുത്തിട്ടുള്ളത്, രണ്ടാണിൻ്റെ ഓരോ അരി പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ആധുനികതയുടെ വരട്ടുവാദങ്ങളെ ഇസ്ലാമിൻ്റെ മൂശയിലേക്ക് കൊണ്ടുവരാൻ അവതരിപ്പിക്കുന്ന ചില ആളുകൾ, ലിബറൽ ഇസ്ലാമിൻ്റെ ആളുകൾ, ഇസ്ലാമിൻ്റെ ലിബറലൈസേഷനുകൾ, ഇതെല്ലാം മതനിരാസമാണ് ഉണ്ടാക്കുന്നത്. ആ സമീപനങ്ങൾ അപകടകരമായ അർത്ഥത്തിലേക്കാണ് പോകുന്നത്. ഒരു കാരണവശാലും അതൊരിക്കലും തന്നെ പ്രമാണബന്ധിതമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം. മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും ഇസ്ലാമിൽ പ്രമാണമല്ല. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങൾ ബുദ്ധിപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, ബുദ്ധിക്ക് സ്ഥാനം നൽകുന്നുണ്ട്. ബുദ്ധി ഒരു പ്രമാണമല്ലെങ്കിലും ശരി, പ്രമാണം മനുഷ്യന്റെ സ്വാഭാവിക ബുദ്ധിക്ക് എതിരായി കടന്നു വരികയില്ല എന്നുകൂടി മനസ്സിലാക്കണം. ആരാധനാപരമായ കാര്യങ്ങളോ വൈബിയായ കാര്യങ്ങളോ അദൃശ്യ കാര്യങ്ങളോ യുക്തിയുടെയോ ബുദ്ധിയുടെയോ മൂശയിലിട്ടുകൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ബുദ്ധിപരമായി തന്നെ നമുക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ബുദ്ധിക്കെതിരായി ഹദീസുകൾ കടന്നു വന്നാൽ അത്തരം ഹദീസുകളെ നിദാന ശാസ്ത്രപ്രകാരം സ്വീകരിക്കരുത് എന്നതാണ് നാം ഗ്രഹിച്ചിട്ടുള്ളത്. ഒറ്റ ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള ഈ പ്രമാണങ്ങളെ ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിലല്ലേ പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്തയും ജമാഅത്തുകളും മുജാഹിദുകളും ഖാദിയാനികളും ഒക്കെ ഖുർആനും ഹദീസുമല്ലേ പാരായണം ചെയ്യുന്നത്, അവരൊക്കെയും പ്രമാണമല്ലേ സ്വീകരിക്കുന്നത്. അപ്പൊ ഏത് ശരി, ഏത് തെറ്റ്, ഏത് പ്രാമാണികം, ഏത് പ്രാമാണികമല്ലാത്തത് എന്നൊരു സംശയമുണ്ടോ? പ്രമാണങ്ങളുടെ വിവരണം എവിടെ നിന്നാണ് നാം ഗ്രഹിക്കേണ്ടത്? പൂർവിക പാതയിൽ നിന്നാണ് ആ ഭാഗം ലഭിക്കേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്തത് സ്വീകരിക്കുന്നുവെങ്കിൽ അത് അപകടകരമാണ് എന്നത്. പൂർവിക പാതയെ, സലഫ് സ്വാലിഹീങ്ങളുടെ സച്ചരിതരുടെ പാതയെ ഒരിക്കലും നമ്മൾ എതിർക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യേണ്ടതില്ല. അഭിപ്രായങ്ങൾ ഖുർആനിനോടും പ്രവാചകന്റെ തിരിച്ചര്യയോടും യോജിക്കുന്നുവെങ്കിൽ, അഥവാ ഖുർആനും സുന്നത്തും സലഫ് സ്വാലിഹീങ്ങളുടെ സ്വഹാബീവര്യന്മാരായ ആളുകൾ പ്രവാചകനിൽ നിന്ന് ആദ്യ ശ്രോതാക്കളാണ്. അവരിലൂടെ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ, ഖുർആന്റെ വിശദീകരണം
വിശദീകരണങ്ങൾ ലോകാന്ത്യം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമായതുകൊണ്ട് ഒരിക്കലും തെറ്റാതെ നിലനിൽക്കുക തന്നെ ചെയ്യും, ലഭ്യമാകും. അതിനാൽ പൂർവസൂരികളുടെ പാതയെ, സത്യവിശ്വാസികളുടെ സഹാബികളുടെ പാതയെ, ഖുർആൻ വിശദീകരണത്തെ, വ്യാഖ്യാനത്തെ മുസ്ലിം ലോകം അവലംബിക്കുന്നുണ്ട്. അത് ഒന്നാം പ്രമാണമായ ഖുർആനിനോടും പ്രവാചകന്റെ തിരുചര്യയോടും സമ്പൂർണമായും മൗലികമായും യോജിക്കുന്നതിനെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സലഫിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അറബ്യൻ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതരും അല്ലാത്തവരുമായ ആളുകൾ, അറബി പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, അവരിടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെയും വലിയ പേരുകളിൽ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നു വരുന്നത് മക്കയാവാം, മദീനയാകാം, അവിടെ നിന്ന് കടന്നു വരുന്നത് മൻഹജുസ് സലഫ് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടാണ് പൂർവപാതയെ സ്വീകരിക്കുന്നത് എങ്കിൽ അത് പൂർവപാതയല്ല, മറിച്ച് അന്ധമായ അനുകരണത്തിന്റെ വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. മർക്കസുദ് ദഅവ പ്രമാണങ്ങളെ വസ്തുതയായി മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ ഖുർആനിനെ ഒന്നാമത്തെ പ്രമാണവും പ്രവാചക തിരുചര്യയെ രണ്ടാം പ്രമാണവും മനസ്സിലാക്കുന്നു. ഇജ്മാഇനെയും ഖിയാസിനെയും അതിനവലംബിച്ചുകൊണ്ടുള്ള ഉപപ്രമാണമായും മനസ്സിലാക്കുന്നു. സ്വഹീഹ ഏതെങ്കിലും ഒരു ഹദീസ്, മുസ്ലിം ലോകം സർവാംഗീകൃതമായി സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഹദീസിനെ, ഖുർആന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ഏതെങ്കിലും ഒരു ഹദീസിനെ മുസ്ലിം ലോകം സർവാംഗീകൃതമായി സ്വീകരിക്കുന്ന സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിനെ മർക്കസുദ് ദഅവ തള്ളിക്കളയുന്നില്ല, നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രമാണ നിഷേധം ഇവിടെ കടന്നു വരുന്നില്ല. വിശുദ്ധ ഖുർആൻ ലോകാന്ത്യം വരെയുള്ള ആളുകൾക്ക് മാർഗദർശനമാണ് എന്നതുകൊണ്ട് ഖുർആനിക സന്ദേശങ്ങളെ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി ചേർത്തുകൊണ്ട് നമുക്ക് വായിക്കാനും വിശകലനം ചെയ്യാനും സാധ്യമാകേണ്ടതുണ്ട്. അവിടെ പ്രമാണവിരുദ്ധമായൊരു മാർഗമാണ് നാം സ്വീകരിക്കുന്നത് എങ്കിൽ നിശ്ചയം അത് അപകടകരമായിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്വയം തീരുമാനത്തിൻ്റെയോ സ്വയം തീർപ്പിൻ്റെയോ സ്വയം അവകാശം അവിടെ ഉണ്ടാകാൻ പാടില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, സത്യവിശ്വാസിയായ ഒരാൾക്കോ സത്യവിശ്വാസിനിയായ ഒരാൾക്കോ പാടില്ലാത്തതാണ്. ഇദാ ഖലല്ലാഹു വറസൂലഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ, അംറൻ അയ്യകൂന ലഹുമുൽ ഖീറ, പിന്നീട് അവിടെ ഒരു സ്വയം അഭിപ്രായത്തിന്റെ, സ്വന്താഭിപ്രായത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും എതിർത്താൽ, പ്രമാണത്തിനെതിരായി കടന്നു വന്നാൽ അത് ഷഹാദത്ത് നിഷേധമാണ്. മുസ്ലിം എന്ന് പറയുന്ന പക്ഷത്ത് നിന്ന് മാറി നടക്കലാണ്, ഏറ്റവും വലിയ വഴികേടാണ്, നരകത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രമാണം കൃത്യമാവുക, ആദർശം ശരിയായി തിരിച്ചറിയുക, ഇസ്ലാഹ് മറക്കാതിരിക്കുക. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.